ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? കാര്യമുണ്ട് പറയാം. വാ. എന്താടാ കണ്ട ഇപ്പൊ നടക്കുന്ന അന്വേഷണം പിണറായി വിജയനെതിരെയുള്ള അന്വേഷണമാണോ, എക്സാലോജിക് എന്ന കമ്പനിയുടെ ഏക ഡയറക്ടറായിരുന്ന വീണ തൈക്കണ്ടിലിനെതിരെയുള്ള അന്വേഷണമാണോ? വീണ തൈക്കണ്ടിലിന്റെ കമ്പനിക്ക് കിട്ടിയ, അവർക്ക് വ്യക്തിപരമായും കിട്ടിയ ഫണ്ട് സംബന്ധിച്ച് CMRL കൊടുത്ത പണം സംബന്ധിച്ചാണല്ലോ SFIOയുടെ അന്വേഷണം. അപ്പോ പിണറായി വിജയന്റെ മകൾക്ക് ഈ പണം CMRL കമ്പനി കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് എന്താണ് നേട്ടം? ഇതിലെ ക്വിഡ് പ്രോക്കോ താങ്കൾ നിയമസഭയിലും പുറത്തുമൊക്കെ ഉന്നയിക്കുകയും നമ്മൾ ആ കാലത്ത് അത് ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ ഈ ക്വിഡ് പ്രോക്കോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ എവിടെയെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്? ഇപ്പോ നടക്കുന്ന ഈ അന്വേഷണത്തിന്റെ സ്കോപ്പ് എന്താണ്? എവിടെ പോണു? വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ജയരാജൻ സഖാവിന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം മനസ്സിലായി. കോടിയേരി ബാലകൃഷ്ണൻ ജനകീയനായ നേതാവല്ലായിരുന്നു എന്ന് പറയാനുള്ള ത്രാണി അങ്ങയുടെ നാക്കിനില്ലാത്തതുകൊണ്ടാണ് ആ മറുപടി പറയാൻ കഴിയാത്തത്. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഒരു നീതി, പിണറായി വിജയന്റെ മകൾക്ക് മറ്റൊരു നീതി. അതാണ് ഈ പാർട്ടിക്കകത്ത് നടക്കുന്നതെന്ന് കണ്ട് മിണ്ടാതിരിക്കുന്ന, ശ്രദ്ധിക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് സഖാക്കന്മാരുണ്ട്. അതിൽ ആ എണ്ണത്തിൽപ്പെട്ട ആളാണ് അങ്ങും എന്നെനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി. അങ്ങോ ഇത് ഇവൻ എങ്ങനെ അറിഞ്ഞു? അങ്ങയുടെ ഭാഗത്ത് നിന്ന് കൺവിൻസിംഗ് ആയിട്ടുള്ള മറുപടി ഉണ്ടായില്ല. പിന്നെ ഞാൻ ശരിയാണ് സഖാവേ, ഞാനൊരു കാര്യത്തിൽ കേസ് നടത്തിയിട്ടുണ്ട്. ആ കേസ് നടത്തി എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ഒരുപാട് കേസുകൾ, ഒരുപാട് ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ CPMന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരും ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ശേഷം വരുമ്പോൾ അവരെല്ലാം തമ്മിൽ സെറ്റിലായി ഈ നാട്ടിലുള്ള ഒരുപാട് പേര് പറയും. അവർ പറയും ഇതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യത്തിന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ആ കാര്യം സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്തു. ഒരു കാര്യം അങ്ങ് ഒന്ന് മനസ്സിലാക്കിയോ? ഒരു കേസ് കൊണ്ട് അങ്ങ് ശാന്തമായിട്ട് കേൾക്കാം. ശാന്തമായിട്ട് കേൾക്കാം. ഒരു കേസ് കൊണ്ടെല്ലാം അവസാനിച്ചു എന്നും കരുതണ്ട. ഞങ്ങളൊക്കെ നിയമം പഠിച്ചിട്ടുള്ളൂ, നിയമം പ്രാക്ടീസ് ചെയ്യുന്നവരുമാ. അങ്ങും ഇത് കുറച്ചൊക്കെ കണ്ടിട്ടില്ലേ? വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അതുകൊണ്ട് ഒരു കേസ് നടത്തിയത് കൊണ്ട് അതുകൊണ്ട് അതിന്റെ എല്ലാം അന്ത്യമായി എന്ന് വിചാരിക്കരുത്. നിങ്ങൾ കുറച്ചുകൂടി ശാന്തമായി വെയിറ്റ് ചെയ്യൂ. അങ്ങ് പറഞ്ഞ എന്താണ്? ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ടിന്റെ പേരിൽ പിണറായി വിജയന്റെ മകൾ കോടിക്കണക്കിന് രൂപ വാങ്ങിയതിനെ ന്യായീകരിക്കണം എന്നല്ലേ അങ്ങ് പറഞ്ഞത്? സഖാവായ കമ്മ്യൂണിസ്റ്റായ P. ജയരാജൻ പറഞ്ഞത്. അങ്ങ് തന്നെ വന്നിരുന്ന് ന്യായീകരിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അതായത് സോഫ്റ്റ്വെയർ ഇവിടെ മാർക്കറ്റിൽ പോയി 4000 രൂപയ്ക്കും 3000 രൂപയ്ക്കും 2000 രൂപയ്ക്കും കിട്ടുന്ന സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയറിന്റെ ആനുവൽ മെയിന്റനൻസിന് കോടിക്കണക്കിന് രൂപ കൊടുക്കണമെന്ന് പറയുന്നത് അത് ന്യായീകരിക്കേണ്ടതാണെന്ന് P. ജയരാജനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ തന്നെ വന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയട്ടെ. അതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ED സംബന്ധിച്ച് കേൾക്കാം. ഞാൻ പറഞ്ഞില്ലേ, ED അന്വേഷണത്തെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞ കാര്യം. ഇപ്പോ റെയ്ഡ് നടത്തിയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങേപ്പോലൊരു പരിണതപ്രജ്ഞനായ ഒരു നേതാവ് ഈ ED അവിടെ നിൽക്കുന്ന ആളുകളോട് എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞിട്ടാണോ പോണത്? ഈ റെയ്ഡില് എന്ത് സാധനം കിട്ടി, എന്ത് സാധനം കിട്ടിയില്ല എന്ന് കോടതിയിലെ പറയാൻ കഴിയും. പിന്നെ അങ്ങ് പറഞ്ഞില്ല, അങ്ങ് പറഞ്ഞ എത്രയോ കാര്യങ്ങള് കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങേപ്പോലുള്ള ഒരാൾ സംസാരിക്കരുത്. സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചുകൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. ബാക്കിയുള്ള ആളുകൾ സംസാരിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ പിണറായി, പിന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ കേസിൽ പ്രതി ആ സ്ഥാനത്ത് വരുന്നത്? ഞാൻ പറയാം. പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുന്നത് വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിലിന് CMRL കമ്പനി കോടാനുകോടി രൂപ കൊടുക്കാനുള്ള മറ്റൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ഒരേ ഒരു സാഹചര്യമുള്ളൂ, ഒരേ ഒരു സാഹചര്യം. ആ സാഹചര്യം എന്ന് പറയുന്നത് ഈ പണം കൈപ്പറ്റിയ ആളുടെ പിതാവ് എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ആളും ആ കമ്പനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞ വകുപ്പ് കയ്യിൽ വെച്ചിട്ടുള്ള ആളുമാണ്. സ്വാഭാവികമായിട്ടും ഈ പണം എന്തിനു വേണ്ടി കൊടുത്തു എന്ന് അന്വേഷിച്ചാൽ ചുമ്മാ ഇരിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന ആളുകൾക്കാർക്കും CMRL പൈസ കൊടുക്കുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? ഈ രാജ്യത്ത് ഒരുപാട് ആളുകളുണ്ട്. ആർക്കെങ്കിലും കോടിക്കണക്കിന് രൂപ കൊണ്ട് കൊടുക്കണ്ടോ? അപ്പൊ അങ്ങനെ വീണയ്ക്ക് കൊടുത്ത പൈസയ്ക്ക് ബാങ്ക് ത്രൂ ആയതുകൊണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷൻ ആണ്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ പോലെ മറ്റുള്ളവരുടെ ആരോപണം മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ.
ഇത് ബാങ്ക് മുഖാന്തരം വാങ്ങിയ പൈസ. ഇവർക്ക് എന്തിന് പൈസ കൊടുക്കണം? കോടിക്കണക്കിന് രൂപ. ഞാൻ നിരപരാധിയാണല്ലോ. സത്യം തെളിയും. സത്യമേത ജഗതേ ജയഹേ. ഒരൊറ്റ സാഹചര്യമുള്ളൂ. അതായത് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ പിതാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയുമാണ്. ഈ കമ്പനിയുടെ നിരവധി കാര്യങ്ങൾ ചെയ്തു കിട്ടേണ്ടതും അവർക്ക് കിട്ടിയ ആനുകൂല്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിനുവേണ്ടി കൊടുത്തു. അങ്ങനെ പിണറായി വിജയൻ ഇതിലേക്ക് വരും, കണക്റ്റഡ് ആവും. അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ പെർവ്യൂവിൽ പിണറായി വിജയൻ വരും. അത് കൂടാതെ പിണറായി വിജയന് കോടാനുകോടി കൊടുത്തതായിട്ട് ആ രേഖയിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പിണറായി വിജയൻ ഇതിന്റെ ഇൻവോൾവ് ആവില്ലേ? അതുകൊണ്ട് ഇത് വീണ തൈക്കണ്ടിയിലെതിരെ മാത്രമുള്ള അന്വേഷണമായി നിങ്ങൾ കാണണ്ട. അങ്ങനെ എന്തോരം വീണമാര് ഇവിടെയുണ്ട്. ഈ വീണമാർക്ക് ആർക്കും പൈസ കിട്ടിയിട്ടുണ്ടോ? പൈസ കിട്ടിയത് ഒരേ ഒരു വീണയ്ക്കാണ്, പിണറായി വിജയന്റെ മകളായ വീണ വിജയന് അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിലിന്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരേ ഒരു കാരണമാണ്. അവരുടെ പിതാവ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അവരാണിത് നിയന്ത്രിച്ചിരുന്നത്. അതിനുവേണ്ടിയാ പൈസ കൊടുത്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ വീടും റെയ്ഡ് ചെയ്യേണ്ടി വരില്ലേ? പിണറായി വിജയനെ അന്വേഷിക്കേണ്ടി വരില്ലേ? അങ്ങനെയാണ് ഇ ഡി കേസിൽ പിണറായി വിജയൻ ഇന്ന് ഇത് നേരിടേണ്ടി വന്നത്. ശരി, ഓക്കെ. അതല്ലാണ്ട് വെറുതെ ഇരുട്ടുകൊണ്ട് ഓട്ടയെ വടക്കാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ശരി, ഓക്കെ, ഓക്കെ, ഓക്കെ. ശ്രീ പി ജയരാജൻ, ഇപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ചോദിച്ച കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.